ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്നത്തെയും പോലെ തന്നെ ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ്. ഒരുപാട് ഫേസ് പാക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കടലമാവ് 1 ടേബിൾ സ്പൂണോളം എടുക്കുക. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുക. ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങളെ മുഖത്തുള്ള കറുപ്പും കരുവാളിപ്പെല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കും കേട്ടോ. ഇപ്പോൾ രണ്ടാമത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് റൈസ് പൗഡറാണ്. റൈസ് പൗഡർ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല പൗഡേർഡ് ആയിട്ടുള്ള പച്ചരിപ്പൊടി തന്നെ എടുക്കുക. ഒരിക്കലും നിങ്ങൾ പുട്ടിൻ്റെ പൊടി ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അതൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യും. നമ്മളിത് ഡെയിലി എല്ലാം യൂസ് ചെയ്യാനാണെങ്കിൽ ഈ തരിതരിപ്പുള്ള പുട്ടിൻ്റെ പൊടി എടുക്കുക എന്നാണെങ്കിൽ അത് സ്ക്രബായിട്ട് നമ്മുടെ ഫേസിൽ ആക്ട് ചെയ്യുന്ന നേരം നമ്മുടെ ഡെഡ് സെൽസ് പോകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നല്ല കോശങ്ങളും കൂടി ഇല്ലാണ്ടാക്കാൻ അത് കാരണമാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈരാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ തൈര് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഈ 3 സാധനം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇതിൽ അവസാനമായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ്. അത് നിങ്ങൾ കസ്തൂരി മഞ്ഞൾപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കസ്തൂരി മഞ്ഞൾപ്പൊടി ആകുമ്പോൾ അതിൻ്റെ ഒരു ടിൻറ്റ് നിങ്ങളുടെ ഫേസിലേക്ക് വരില്ല, പക്ഷേ ചെറിയൊരു എരിച്ചൽ ഉണ്ടാവും കേട്ടോ. ആ എരിച്ചൽ സ്വാഭാവികമായിട്ടും കസ്തൂരി മഞ്ഞളിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കസ്തൂരി മഞ്ഞൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ കസ്തൂരി മഞ്ഞൾ എടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അത് യൂസ് ചെയ്യുക. ഇത് രണ്ടും അല്ലാത്ത പിന്നെ സാധാരണ നമ്മൾ കറികളിൽ യൂസ് ചെയ്യുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടികളുണ്ടല്ലോ, കമ്പനി മഞ്ഞൾപ്പൊടി, ഒരിക്കലും അത് ഇതുപോലുള്ള ഫേസ് പാക്കുകളിൽ ഇടാൻ പാടില്ല. കാരണം അതിൽ അവരെന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിനെ കേട് വരുത്തും. അപ്പോൾ മഞ്ഞൾപ്പൊടി എടുക്കുന്നേരം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ഫേസ് പാക്കിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ മുഖത്തേക്ക് ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെറുതെ വാരി തേച്ച് കഴുകി കളയൽ പരിപാടി നടക്കില്ല. 2 മിനിറ്റ് മസാജ് ചെയ്ത് തന്നെ നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം. പിന്നെ മസാജിൻ്റെ ഗുണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഫേസ് പാക്കുകളൊന്നും ഇല്ലാണ്ട് തന്നെ മസാജിങ് നമ്മുടെ മുഖത്തിൽ എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളത്. അപ്പോൾ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 25 മിനിറ്റ് വെച്ചിട്ട് വേണം നമ്മളിത് കഴുകി കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴുകുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ഗ്ലോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നിങ്ങളെന്താ ഫേസിലിടാത്തതെന്ന് ചോദിക്കുന്നതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഫേസിലിട്ട വീഡിയോ കാണിക്കാത്തത്. ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് കയ്യിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഫേസിൽ നമുക്ക് കൈയിനേക്കാളും അടിപൊളി റിസൾട്ടാണ് കിട്ടുക. കാരണം രണ്ടിൻ്റെ സ്കിന്ന് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്കിത് ഇതിൽ മഞ്ഞൾ അലർജി ഉള്ളവർ അങ്ങനെ വല്ലവരും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം തന്നെയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്താൽ മുഖത്തെ കറുത്ത പാടും കരുവാളിപ്പെല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കും. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.